ഇനി ചരിത്രപരവും ഐതിഹാസികവുമായി കേരളം ജന്തർ മന്ദറിൽ ഡൽഹിയിൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന്റെ വിവരങ്ങളും വാർത്തകളും കാണാം. കേരള ഹൗസിൽ നിന്ന് പ്രകടനമായാണ് ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും സമരവേദിയായ ജന്തർ മന്ദറിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, MP ഗോവിന്ദൻ, ബിനോയ് വിശ്വം എന്നിവർ അണിനിരന്നു. വിവിധ മേഖലകളിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്ത് വായ്പയെടുക്കുന്നത് പരിമിതപ്പെടുത്തുകയാണെന്നും വിമർശനം. സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്കുമേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ GSDP ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിന് മേൽ യൂണിയൻ സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമാണ് നടക്കുന്നത്. 7000 കോടി രൂപയിലേറെ യൂണിയൻ സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ടെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടക്കാല ബജറ്റിലും കേരളത്തോട് വിവേചനം കാണിച്ചു. എയിംസ്, കേരയിൽ, ശബരിപാത എന്നത് കേട്ടതായി നടിച്ചില്ല. റബ്ബർ വില സ്ഥിരത കൊണ്ടുവരാൻ ഒന്നും ചെയ്തില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. യൂണിയൻ സർക്കാർ എന്നായിരുന്നു പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.